സോ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പവർ ഇൻ എ സീരീസ് സർക്യൂട്ടാണ്. അപ്പോൾ ഒരു സീരീസ് സർക്യൂട്ടിൻ്റെ പവർ PS കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ സീരീസ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും കൂടെ ഉള്ള പവർ ഇപ്പോൾ സീരീസ് ആയിട്ട് കുറേ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഓരോ റെസിസ്റ്റൻസും അബ്സോർബ് ചെയ്യുന്ന പവർ എല്ലാം കൂടെ ആഡപ്പ് ചെയ്താൽ മതി. പിന്നെ നമുക്കറിയാം പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് P=VI, P=I²R, P=V²/R. ഇതൊക്കെയാണ് നമുക്ക് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമൈൻ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് പവർ ഇൻ ദ സീരീസ് സർക്യൂട്ട് ആൻഡ് ഓൾസോ ദ പവർ അബ്സോർബ്ഡ് ബൈ ഈച്ച് റെസിസ്റ്റർ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന സർക്യൂട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ കാര്യം എന്താ, ടോട്ടൽ എമൗണ്ട് ഓഫ് പവർ PS കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്തായാലും വേണ്ട കാര്യമാണ് ഈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ സീരീസ് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാ റെസിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യണം. അതായത് 5 + 2 + 1 + 2, അതായത് 10 Ω ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്. പിന്നെ നമുക്ക് വേണ്ടത് എന്താ, നമുക്ക് പിന്നെ ഉള്ളത് VS ആണ്, അതായത് സപ്ലൈ വോൾട്ടേജ്. അതെന്ന് പറയുന്നത് 50 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ VS²/RT ചെയ്യുമ്പോൾ 50²/10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, 250 വാട്ടാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് പവർ ഇൻ സീരീസ് സർക്യൂട്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കറണ്ടാണ്. കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, V/R. അപ്പോൾ ഇതിനകത്ത് V എന്ന് പറയുന്നത് 50 വോൾട്ട്, പിന്നെ R എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് 10 Ω. അപ്പോൾ 50/10 = 5 ആമ്പിയർ ആണ് കറണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിനകത്ത് ഈ സർക്യൂട്ടിലെ ഓരോ റെസിസ്റ്റൻസും അബ്സോർബ് ചെയ്യുന്ന പവറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പവർ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് I²R. അപ്പോൾ ഓരോ റെസിസ്റ്റൻസും അബ്സോർബ് ചെയ്യുന്ന പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ I² ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി I കണ്ടുപിടിച്ചിട്ടുണ്ട്, R കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇക്വേഷനിൽ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. P5 എന്ന് വെച്ചാൽ പവർ അബ്സോർബ്ഡ് ബൈ 5 Ω റെസിസ്റ്റർ. അങ്ങനെ ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന എല്ലാ പവറും കൂടെ ആഡപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഈ ടോട്ടൽ പവറിനോട് ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വെരിഫൈ ചെയ്യാൻ പറ്റുക, ആൻസർ ശരിയാണോ എന്ന്. ഓക്കെ.